ഹായ് ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി മധുരവുമായിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ സ്വന്തം പാൽപ്പായസം. ഇത് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കിയെടുത്തത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ പാൽപ്പായസത്തിൻ്റെ റെസിപ്പി നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 2 ടീസ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. നെയ്യൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ഇതിലേക്ക് 1/2 ഗ്ലാസ് പച്ചരി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് മധുരം നല്ലതുപോലെ ഇഷ്ടമുള്ളവർക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുള്ള കാര്യം, ഞാനിത് ബോളിയുടെ കൂടാണല്ലോ കഴിക്കുന്നത്. ബോളിക്ക് അത്യാവശ്യം മധുരം ഉള്ളത് കൊണ്ട് തന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ നെയ്യ് കിടക്കുന്ന പഞ്ചസാരയും അരിയും ഒക്കെ നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ പഞ്ചസാര ക്യാരമലൈസ് ചെയ്തെടുക്കില്ലേ, അതേപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നെയ്യ് കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ അരി നന്നായിട്ടൊരു ബ്രൗൺ കളറായി വരും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിനകത്തേക്ക് നമുക്ക് 1 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഫ്രിഡ്ജിലിരിക്കുന്ന പാലാണെങ്കിൽ ആ തണുപ്പ് മാറിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ചൂട് നമ്മുടെ മുഖത്തേക്ക് അടിക്കും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ തിളപ്പിച്ചാറിയ പാലായാലും നല്ലതായിരിക്കും കേട്ടോ, തിളപ്പിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഈ പാലൊക്കെ ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ആ സമയത്ത് നമ്മൾ ഈ അരിയൊക്കെ ഒന്ന് കട്ട പിടിച്ച പോലെ നമുക്ക് കാണാൻ പറ്റും. അതൊന്നും കുഴപ്പമില്ല. നമ്മൾ കുക്കറിലിട്ടെന്ന് ഒരു 2 വിസിലോളം ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 2 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് നമ്മുടെ അരിയൊക്കെ നല്ലതായിട്ട് കുക്ക് ചെയ്ത് വരും, ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ കുക്കായി വരും. അപ്പോൾ ഞാൻ 2 വിസിൽ കൊടുത്തതിന് ശേഷം നമ്മുടെ പായസം എടുത്തിട്ടുണ്ട്. നമ്മുടെ പായസം ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. പിന്നെ ഞാൻ ഈ പായസം നമ്മുടെ ബോളിയിലേക്ക് ഒഴിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഉഗ്രൻ ടേസ്റ്റാണ്. ഇത് തിരുവനന്തപുരംകാർക്കറിയാം, അവരുടെ സ്പെഷ്യൽ ഐറ്റം തന്നെയാണിത്. ഇപ്പോൾ നമ്മുടെ ഏരിയയിലുമൊക്കെ അത്യാവശ്യം കല്യാണങ്ങൾക്കൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, നല്ല മധുരവും അതുപോലെ തന്നെ നല്ല ഒരു മിൽക്ക് മെയ്ഡിൻ്റെയൊക്കെ, ഒരു കണ്ടൻസ്ഡ് മിൽക്കിൻ്റെയൊക്കെ ടേസ്റ്റുള്ള നല്ല അടിപൊളി പിങ്ക് പായസം കേട്ടോ. എല്ലാവർക്കും ഈസിയായിട്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ കുക്കറിൽ തന്നെ വളരെ കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതുമാണ്, വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ചാനലിൽ ഇതിൻ്റെ അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.